الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم من يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഒരുവിധം പള്ളികളിലൊക്കെ പോയാൽ റമദാനിന്റെ 10 കഴിഞ്ഞാൽ പിന്നെ ഒരു 3 സഫ്, ഒരു 2 സഫ് 3 സഫൊക്കെ ഉണ്ടാവും. ഇവിടെ തറാവീഹ് നമസ്കരിക്കാൻ തന്നെ പള്ളി നിറയെ ആളുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളന്നത്തെ വിഷയം സംസാരിക്കാൻ പഠിക്കാം എന്നാണ്. പിന്നെ പഠിക്കേണ്ടവരെല്ലാവരും ഓടിപ്പോയി, പിന്നെ ആരെ പഠിക്കണം? നമുക്കുള്ളവർക്ക് പഠിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, മനുഷ്യൻ 2 അവയവങ്ങളെ സൂക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നാൽ അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ അല്ലാഹുവിൽ ശുപാർശ ചെയ്യാം, സ്വർഗം ലഭിക്കാൻ വേണ്ടി. അതിലൊന്നാണ് നാവ്. ആ നാവ് നന്നായാൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാം, ശുപാർശ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എല്ലാ നന്മകളുടെയും ആരംഭം നാവ് കൊണ്ടാണ്. എല്ലാ തിന്മകളുടെയും ആരംഭവും നാവ് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യർ ചില വാക്കുകൾ പറയും. ആദമിന്റെ മകൻ ഒരു വാക്ക് പറയും, അതുകൊണ്ട് അവൻ അല്ലാഹുവുമായി വല്ലാതെ അടുക്കും. പക്ഷേ ആ വാക്കിന്റെ മഹത്വമോ അതിന്റെ പ്രത്യേകതയോ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ അവൻ ഒരു വാക്ക് പറയും, ആ വാക്കുകൊണ്ട് അവൻ അല്ലാഹുവുമായി ഒരുപാട് അകന്നു പോകും എന്ന്. ആ വാക്കിന്റെ ഗൗരവമോ അതിന്റെ പ്രയാസമോ അവൻ മനസ്സിലാക്കിയിട്ടല്ല അവൻ പറയുന്നത്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നാം ചിന്തിച്ച് വേണം സംസാരിക്കാൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനർത്ഥം. ലിസാനുൽ മുഅ്മിനി വറാഉൽ ഖൽബി. മുഅ്മിനിന്റെ നാവ് ഹൃദയത്തിന്റെ പിന്നിലാണെന്ന്. കാരണം അവൻ ചിന്തിച്ചിട്ടേ വർത്തമാനം പറയൂ എന്നാണ്. അതുകൊണ്ട് സംസാരം എന്നത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. തമാശല്ല, പഠിക്കണം, സംസാരിക്കാൻ പഠിക്കണം. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്ന ഗൗരവമായ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി وَكُنْتَ فَظًّا غَلِيظَ الْقَلْبِ لَانفَضُّوا مِنْ حَوْلِكَ. ഓ നബിയെ, നിങ്ങളെങ്ങാനും പരുഷഹൃദയനായിരുന്നുവെങ്കിൽ, വളരെ റഫായ ഹൃദയമുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ, നിങ്ങളിൽ നിന്ന് ആളുകൾ ഓടിയകലുമായിരുന്നു. ഒരാളും നിങ്ങളെക്കുള്ള അടുക്കുകയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കൈവരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര രീതികൾ, ഒരിക്കൽ നബിയോട് സംസാരിച്ചാൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുവാനും നബിയുമായി സംസാരിക്കുവാനും ആളുകൾ ആഗ്രഹിക്കുമായിരുന്നു. അത്ര അവശ്യമായിരുന്നു
അത്ര കാരുണ്യവും സ്നേഹവും തുളുമ്പുന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ. അപ്പൊ സമൂഹത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് നമുക്കോട് വീണ്ടും സംസാരിക്കാനും നമ്മെ കാണുവാനും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ആളുകളുമായി നമ്മുടെ സംസാരം ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ്. അതുകൊണ്ട് സംസാരം നന്നാക്കാൻ പറഞ്ഞു. തുടക്കത്തിൽ നമ്മൾ ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ, വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ നന്നാക്കുകയും ചെയ്യണേ എന്നാണ്. വാക്കുകൾ നന്നാക്കുക, എടാ എന്ന് വിളിക്കുന്നിടത്ത് മോനെ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുക. വിട്ടുവീഴ്ചയുടെയും അതുപോലെ കാരുണ്യത്തിന്റെയും വാക്കുകൾ ഉപയോഗിക്കുക. ആളുകളെ പരിഹസിക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് വരാൻ പാടില്ല. കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ വരാൻ പാടില്ല. നിന്ദിക്കുന്ന വാക്കുകൾ വരാൻ പാടില്ല. അള്ളാഹുവിനോട് നന്ദികേടുള്ള വാക്കുകൾ വരാൻ പാടില്ല. ജനങ്ങളോടൊരു ബഹുമാനമില്ലാത്തൊരു വാക്കുകൾ വരാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വാലിഹായ സംസ്കരിച്ച സ്വീകാര്യമായ കർമ്മങ്ങളാക്കും. അതിലെ വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുകയും അല്ലാഹു സ്വീകാര്യമാവുകയും ചെയ്യും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നാവ് നന്നായാൽ, സംസാരം നന്നായാൽ നമ്മുടെ പ്രവർത്തികളൊക്കെ അല്ലാഹു നന്നാക്കുമെന്നാണ്. പാപങ്ങൾ അല്ലാഹു പുറത്തു, ചെറിയ ഓഫറല്ല, വലിയ ഓഫറാണ്. അതേപോലെ തന്നെ സംസാരത്തിൽ സൗമ്യത വേണം. നമ്മുടെ ശത്രുവിനോടാണ് സംസാരിക്കുന്നതെങ്കിലും, നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകളോടാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കണം. മൂസ അലൈഹിസ്സലാമിനോട് ഫിറഔനെ കാണാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുമ്പോ പറഞ്ഞു, ഖൂലൂ ഖൗലൻ ലയ്യിന, ഏറ്റവും നല്ല വാക്കുകള് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഫിറഔൻ നിങ്ങളെ ചിലപ്പോ പ്രകോപിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കും, നിങ്ങളെ ചീത്ത പറയും. അപ്പോഴൊക്കെ നിങ്ങൾ പരിധി വിടാൻ പാടില്ല. നിങ്ങൾ നല്ല വാക്കുകളാണ്, പ്രവാചകന്മാരാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നല്ല വാക്കുകളെ, വർത്തമാനങ്ങളെ ഫിറഔനോട് പറയാൻ പാടുള്ളൂ. കാരണം അവൻ ഒന്നുകിൽ ചിന്തിക്കാം, നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവനെ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രകോപനമുണ്ടായാലും സൗമ്യമായി നിന്ന് സംസാരിക്കണം എന്ന് മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സംസാരത്തിൽ മുഅ്മിനീങ്ങളുടെ സംസാരങ്ങള് ഒരു ശബ്ദത്തിന്റെ ഒരു ക്രമീകരണം ഉണ്ടാവണമെന്നാണ്. ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഉറക്കെ സംസാരിക്കും, അല്ലെ? ഞാനിപ്പോ ഉറക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രസംഗത്തിലൊക്കെ സംസാരിക്കുന്നത്. അതല്ലാതെ എപ്പോഴും പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. സംസാരിക്കണമെങ്കിൽ പ്രസംഗിക്കരുത്, ഉറക്കോണ്ട് സംസാരിക്കും, അല്ലെ? എന്നിട്ട് ചെയ്യാൻ ഇതെങ്ങനെയൊക്കെ സംസാരിക്കും, ഞാൻ ഇങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ എന്റെ ശബ്ദം, അങ്ങനെ പാടില്ല. നീ അങ്ങനെ ആവാൻ പാടില്ല. മുഅ്മിനീങ്ങൾ ഒരിക്കലും ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. മുഅ്മിനീങ്ങള് അല്ലാഹുവും റസൂലും എങ്ങനെ ആവണം പറഞ്ഞു അങ്ങനെ ആവണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ബഹളം വെക്കുന്ന ആളായിരുന്നില്ല. ആളുകൾക്ക് കേൾക്കാവുന്ന പാകത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കുകൾക്ക് വിട കൊടുത്തുകൊണ്ട്, വാക്കുകൾ മുറിച്ച് സ്പീഡിൽ അങ്ങനെ സംസാരിക്കുന്ന പരിപാടി പ്രസംഗങ്ങൾക്കില്ല. ആളുകൾക്ക് ഗ്രഹിക്കാൻ പാകത്തിൽ വാക്കുകൾ മുറിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാറുള്ളത്, കേൾക്കാൻ പാകത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം ഉറക്കെ ശബ്ദിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വീടിനകത്ത് സംസാരിക്കുമ്പോൾ അന്യ ആണുങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അവർ കേൾക്കാത്ത രൂപത്തില്, നിങ്ങൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. പള്ളിയിൽ വന്നാലും അതേപോലെ തന്നെ. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. അവിടെ സംസാരിക്കുമ്പോൾ
അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഖുതുബ പറയുകയോ ചെയ്യുമ്പോൾ മാത്രമേ ശബ്ദം ഉയർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ പള്ളിയിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ചില സ്ത്രീകളുണ്ട് റമദാൻ മാത്രം തറാവീഹിന് പോണ സ്ത്രീകൾ, അങ്ങനെയുള്ളവര് ഈ കൂട്ടത്തിൽ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇതോടുകൂടി അത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ, ഉറക്കം സംസാരിക്കാൻ പാടില്ല. അതുപോലെ അന്യ ആണുങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർ കേൾക്കുകയോ നിങ്ങൾ ഉറക്കം ശബ്ദിക്കാൻ പാടില്ല. ശബ്ദം എപ്പോഴും താഴ്ത്തണം, കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കണം. സ്ത്രീകളും പുരുഷന്മാരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികള് അങ്ങനെ ഉറക്ക സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. സ്വഹാബികള് സാധാരണ ആളുകൾ സംസാരിക്കുന്ന പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറക്ക സംസാരിക്കുമായിരുന്നു. അപ്പൊ അല്ലാഹു വഹി ഇറക്കിയ സൂറത്ത് ഹുജറാത്തിൽ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയുകയാണ്. എന്നിട്ടോ വലാ തജ്ഹർ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം ഉറക്കെ സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു കാര്യം അതിന്റെ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് സംസാരത്തിൽ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നാം ബഹുമാനിക്കേണ്ട ആളുകൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ ഒരു മര്യാദയില്ലാത്ത വാക്കുകൾ അല്ലെ സംസാരിക്കാൻ പാടില്ല. ഒരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതനെ ബഹുമാനിക്കണം നമ്മൾ. അത് എത്ര ചെറിയ പ്രായമുള്ള ആളാണെങ്കിലും ശരി. ഇവിടെ വാ എന്ന് പറയാം. ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്. ഏതുവരെ വെച്ചാല് ഞങ്ങളെ അവിടെ ഒരു വില്ലേജ് ഓഫീസർ, ഞങ്ങൾ നാട്ടുകാരനായ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് വില്ലേജ് ഓഫീസർ. പലരുടെയും മരുമകനാണ്, അല്ലെങ്കിൽ മകനാണ്, അല്ലെങ്കിൽ അങ്ങനെ പല ബന്ധങ്ങളാണ്. വില്ലേജ് ഓഫീസിൽ പോയിട്ട് അയാളെ ബഹുമാനിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട് അല്ലേ. അയാൾ അവിടെ പോയി നീയാണ് ഇവിടെ വില്ലേജ് ഓഫീസർ, എവിടെ വില്ലേജ് ഓഫീസറിന്റെ ബന്ധപ്പെട്ട് നീയാണ് ഇവിടെ വില്ലേജ് ഓഫീസർ. അത് നന്നായത്, നീ നാളെ വരണം കേട്ടോ. ഈ രീതിയിൽ സംസാരിച്ച് അവസാനം 2 വർഷം കൂടെ ട്രാൻസ്ഫർ വാങ്ങിപ്പോയി നാട്ടിൽ നിന്ന്. എല്ലാരും നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുകയും ചെയ്യാം. അയാൾ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. കാരണം ശല്യം സഹിക്കാൻ പോയ നാട്ടുകാരെ കൊണ്ട് ഏട്ടാ പൊടാ നീ അവന് ഇവന് ഈ രീതിയിൽ ഒരു ബഹുമാനമില്ലാത്ത വർത്തമാനങ്ങൾ അല്ലെ. നിങ്ങൾ അല്ലാഹുവിനെയും അവരുടെ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ മേലാധികാരികളെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാവാം, പണ്ഡിതന്മാരാകാം, നേതാക്കളാകാം, ഭരണാധികാരികളാവാം, അവരെയും നിങ്ങൾ അനുസരിക്കണം. അവർക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ കൊടുക്കണം, സംസാരത്തിന് റെസ്പെക്ട് കൊടുക്കണം. അതേപോലെ അഫ്ദൽ ഉലമയൊക്കെ പാസ്സായ മൗലവിമാരൊക്കെ ഉണ്ടാവും അവരുടെ അയൽവക്കത്തെ നാട്ടിലൊക്കെ. ഇതിൽ ഇവിടെ പോടാ അല്ലേ. നിങ്ങളെക്കാൾ 5-6 വർഷം കിതാബ് ഓതി പഠിച്ച് ഇൽമ പഠിച്ച മനുഷ്യനെ പോടാ പേര് വിളിക്കുക. ഒരു ബഹുമാനമില്ലാത്ത വർത്തമാനം പാടില്ല. സ്വന്തം മകനാണെങ്കിലും സമൂഹത്തിനിടയിൽ വെച്ചുകൊണ്ട് അവനൊരു നേതാവാണ് അല്ലെങ്കിൽ ഒരു പണ്ഡിതനാണ് എങ്കിൽ സ്വന്തം മകനെയാണെങ്കിലും എടാപ്പോടാ വിളിക്കാൻ പാടില്ല. അത് മകന് കൊടുക്കുന്ന മര്യാദയല്ല, അറിവിന് കൊടുക്കുന്ന മര്യാദയാണ്. അതേപോലെ നേതാക്കന്മാരുടെ പറയാൻ പാടില്ല. അപ്പൊ അതാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തജ്ഹർ ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ലിബഅദ. അല്ലാഹുവിന്റെ റസൂലിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് റസൂലുള്ളാഹിക്കുള്ളത് മാത്രമല്ല, ഈ ഖുർആൻ അന്ത്യനാൾ വരെയുള്ള മുസ്ലിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരോട്, നിങ്ങളുടെ പണ്ഡിതന്മാരോട്, നിങ്ങൾ ബഹുമാനിക്കേണ്ട ആളുകളോട് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന പോലെ മര്യാദയില്ലാതെ സംസാരിക്കരുത്. ഉറക്കെ നിലവിളിച്ച് സംസാരിക്കാൻ പാടില്ല. അവരോടൊരു ഭവ്യതയോടെ, ഒരു ബഹുമാനത്തോടെ, ഒരു സ്നേഹത്തോടെയാണ് സംസാരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കാരണം എന്തേ? യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഓ വിശ്വാസികളെ, നിങ്ങളിൽ നിന്ന് അറിവ് ലഭിച്ച ആളുകളെ അല്ലാഹു ചില പദവികൾ ഉയർത്തി വെച്ചിരിക്കുന്നു.
അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാൻ അറിവുള്ള ആളുകളെ അള്ളാഹു ചില പദവികൾ ഉയർത്തിയിരുന്നു. അള്ളാഹ് ഉയർത്തിയ ആളുകളെ നമുക്ക് ഉയർത്താൻ എന്താ മടി? അള്ളാഹു ഉയർത്തി വെച്ചു എന്ന് അള്ള പറയുമ്പോ ആ ആളുകൾക്ക് നമുക്കൊരു ബഹുമാനം കൊടുക്കാൻ എന്താ മടി? അപ്പൊ അള്ളാഹിനെക്കാളും വലിയ ആൾക്കാർ നമ്മള്, അല്ലെ? അതുകൊണ്ട് അള്ളാഹ് ഉയർത്തിയ ആളുകളെ നമ്മൾ ഉയർത്തണം. അവരോട് പെരുമാറ്റവും സ്നേഹവും അവരോടുള്ള രീതികളുമൊക്കെ ഒരു മര്യാദയോടുകൂടി ആവണം സംസാരിക്കാൻ പഠിക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലെ, ഈ ക്ലാസ്സിലൊക്കെ മക്കളൊക്കെ കൂടെ നിർത്തണം, എന്നാലും മക്കൾ നന്നാവൂല. ഇവിടെ മക്കളൊക്കെ പോയില്ലേ, അല്ലെ? ഉമ്മാനോട് ബാപ്പോട് സംസാരിക്കാൻ പഠിക്കണ്ടേ? ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളുടെ വലിയ പ്രശ്നം എന്താ? മാതാപിതാക്കളുടെ വലിയ പരാതി എന്താ? പറഞ്ഞാൽ തർക്കുത്തരം പറയുള്ളത് മക്കള്. എന്താ ചെയ്താൽ, എന്താ പോയാൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ അങ്ങനെ പറയുള്ളൂ. എനിക്ക് 18 വയസ്സായില്ലേ, എന്താ എന്നെ കൂട്ടിലിട്ടിരിക്കുന്നത്, എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ഇങ്ങനെ മാതാപിതാക്കളോട് കയർത്തിട്ട് എപ്പോഴും മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കുന്ന വർത്തമാനങ്ങൾ വീടിനകത്ത് കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ 15 താകണ്ടപ്പോ 10 വയസ്സ് കഴിഞ്ഞാൽ മതി. പിന്നെ ഉമ്മയും വാപ്പയും മക്കളും, മക്കളും ഉമ്മയും വാപ്പയും വർത്തമാനത്തിന് ഒരു ബഹുമാനവും ഇല്ല, അല്ലെ? മാതാപിതാക്കൾ പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടമല്ല. മാതാപിതാക്കൾ പറഞ്ഞതിനൊക്കെ മറുപടി അറിയാം. എന്താ അങ്ങനെ, ഇതെങ്ങനെ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ? ഇല്ല, ചില കാര്യങ്ങൾ നമ്മൾ മൗനം പാലിക്കണം. ഉമ്മയും വാപ്പിയും പറയുമ്പോഴേ നമ്മൾ മറുപടി പറയരുത്. ചിലപ്പോ അവര് പറയുന്ന വിവരക്കേടായിരിക്കും, ചിലപ്പോ അവർക്ക് അറിയാതിരിക്കുമ്പോൾ അപ്പൊ മൗനം. അവരെ കോപിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? താഴ്ന്നു കൊടുക്കണം. കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ. ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെറുപ്പത്തിൽ വാശി പിടിക്കുമ്പോ ആ മാതാപിതാക്കളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നില്ലേ? എന്റെ ചെറുപ്പം എനിക്ക് ഓർമ്മ വരും. ഞാൻ ചെറുപ്പത്തിലേ ചെറുതാകുമ്പോ എനിക്കിപ്പോഴത് ഓർമ്മ ഉണ്ടാക്കാ രംഗം. ഒരു 5 വയസ്സോ 4 വയസ്സാകുന്ന സമയത്ത് വീട്ടില് കോഴിമുട്ട പുഴുങ്ങിയിട്ട് പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും കൂടെ എല്ലാവർക്കും തന്നിക്കാണ്. അപ്പൊ എനിക്ക് ഉള്ള കോഴിമുട്ട ഉമ്മ തൊണ്ട് കളഞ്ഞപ്പോ അല്പം ഉടഞ്ഞു പോയി. അതിന്റെ ആ വെള്ളം കുറച്ച് ഉടഞ്ഞു. ഞാനങ്ങോട്ട് ഇളകിയത്. അതെങ്ങനെ എന്റെ മുട്ട മാത്രം നിങ്ങൾ കേടിയെത്തിയത്? അതെങ്ങനെ നിങ്ങൾ ശരിയാക്ക? എല്ലാം മോനെ എനിക്ക് വേറെ മുട്ട പറ്റില്ല, ഈ മുട്ട തന്നെ വേണം. ശരി, ഈ മുട്ട മോനെ ഇതിപ്പോ ഇത്തിരി ഉടഞ്ഞു പോലെ ഇങ്ങോട്ട് ആരടയ്ക്കാൻ പറഞ്ഞത്? അങ്ങനെ ഇട്ടിട്ടേ ഉമ്മാനോട് വല്ലാതെ ഇടങ്ങളാക്കി. 4 ദിവസം 5 ദിവസം എനിക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. എങ്ങനെ ഉമ്മ പറയുന്നത് വേറെ മുട്ട പുഴുങ്ങിത്തരാൻ തന്നെ, വേറെ മുട്ട തന്നെ പറ്റില്ല, എനിക്ക് ഈ മുട്ട തന്നെ വേണം. ഇന്ന് തീർത്തോ അത് ഉടഞ്ഞേ പറ്റില്ല, ഉടയാത്ത വേണം. ഈ ജാതിയിൽ എത്ര വാശി പിടിച്ച് എന്തെല്ലാം കാര്യം നമ്മുടെ ഉമ്മമാരടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഇടക്ക് ഉമ്മാനത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ അവർക്ക് കരച്ചിൽ വന്നു. ഉമ്മാർക്ക് മുട്ടൊക്കെ കുടിച്ച് പറഞ്ഞു, ഉമ്മ കോഴിമുട്ടങ്ങൾ പറഞ്ഞല്ലേ, കോഴിമുട്ടങ്ങൾ പറഞ്ഞല്ലോ അല്ലേ, മനസ്സിലില്ലല്ലോ. ഇതേ അവസ്ഥ മാതാപിതാക്കൾക്ക് വരും. സഹോദരന്മാരെ, സഹോദരികളെ, പ്രായമാകുമ്പോ അവരുടെ ബുദ്ധിയും ക്ഷമയും ഒക്കെ കുറയും, അവരുടെ ദീർഘവീക്ഷണം ചിന്തയൊക്കെ കുറയും. അവരുടെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് വിഡ്ഢിത്തരമായി തോന്നാം, വിവരമില്ലായ്മയായി തോന്നാം, അദേഷ്യമായി വാശിയായി തോന്നാം. അവർക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് കൊടുക്കണേ. എന്താ വാപ്പങ്ങ, എന്റെ അമ്മങ്ങ എന്ന് വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് പറയുമ്പോ ഇന്നത്തെ ന്യൂജൻ മക്കളിൽ എല്ലാവരും അല്ല, അധിക കുട്ടികളും ഇന്ന് മാതാപിതാ വീട്ടിലൊക്കെ പുറത്തു പോയാലേ, പഠിച്ചോനെ എന്നോടൊരാൾ പറയത്, ഒലവി എനിക്കൊരു മോളുണ്ട്, പടച്ചോനെ ഓളെ ഞങ്ങൾ കൊല്ലാൻ വേണ്ടി വളർത്താൻ വേണ്ടി മകളല്ലേ, കൊല്ലാനും പറ്റില്ല,
വർത്താനം വയ്യാത്തൊരവസ്ഥയിലാണ്. എന്ത് പറഞ്ഞാലും നെഗറ്റീവേ പറയുള്ളൂ, തർക്കിക്കുകയും ചെയ്യുള്ളൂ. എന്നാൽ അവളെ കൂട്ടുകാരികളുടെ ഫോണ് വന്നിട്ടുണ്ടല്ലോ, അവള് വർത്താനം പറഞ്ഞ് കേട്ടണ്ടല്ലോ, എത്ര നല്ല മോളാ, എന്തൊരു സ്നേഹത്തിനാണ് അവള് പറയുന്നത്. കൂട്ടുകാരികളുടെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ഉമ്മാന്ന് വിളിച്ചിട്ട് ഓള് വർത്താനം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാ ഞങ്ങളങ്ങനെ ഒന്നും ഒരു ഭാഷയിലോട് വിളിച്ചിരുന്നെങ്കിൽ കൊതിയാവും മൗലവി. പക്ഷെ ഞങ്ങളോട് വളരെ റഫാണ്. ഇങ്ങനെയാണ് ഇത്. ഒരുപാട് മാതാപിതാക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് വാപ്പമാരോട് ഉമ്മമാരോട് അങ്ങേയറ്റം ബഹുമാനമില്ലാതെ കയർക്കുന്ന സ്വഭാവങ്ങള്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കളെ, ഒരിക്കലും പാടില്ല കേട്ടോ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ വീട്ടിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു വാതിലുണ്ട്. ആ വാതിലാണ് നിങ്ങളുടെ ഉമ്മയും വാപ്പയും. അതുകൊണ്ട് ആ വാതിൽ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് തുറക്കാൻ കഴിയില്ല. അത് തുറക്കണോ അടയ്ക്കണോ നിങ്ങൾ തീരുമാനിക്കൂ. മാതാപിതാക്കളോട് വെറുപ്പിക്കുന്നവര് എത്ര സുജൂദ് ചെയ്തിട്ടും അള്ളാഹു പൊറുക്കൂല. കാരണം ദുനിയാവ് തന്നെ അള്ളാഹിന്റെ ശിക്ഷ കിട്ടുന്ന തെറ്റാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്. അത് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട സംഗതിയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ വെറുപ്പാണ് അള്ളാഹുവിന്റെ വെറുപ്പ്. ഉമ്മയോ വാപ്പയോ ഒന്ന് മനസ്സറിഞ്ഞ് വേദനിച്ചുകൊണ്ട് അള്ളാഹനെ വിളിച്ച ജീവിതത്തിൽ നന്നാവൂല, സ്വർഗം കിട്ടൂല. അതുകൊണ്ട് അത് ഭയപ്പെടേണ്ട പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ ഒന്ന് പടച്ചവനോട് കരഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടുകയുമില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ സംസാരത്തിൽ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ വാക്കുകളാണ് പാടുള്ളൂ. അതെ, നിങ്ങൾ, തള്ള, നീയി, അയാള്, ഇപ്പോഴത്തെ കുട്ടികളുടെ ഉമ്മാനും വാപ്പാനൊക്കെ വിളിക്കുന്ന വാക്കുകളാണ്, പലരുടെയും പരാതികളാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ ആൾക്കാരായാലും ശരി, പ്രായം കൊണ്ടോ പദവി കൊണ്ടോ നമ്മൾ ഉയർന്നാലും നമ്മുടെ മാതാപിതാക്കളുടെ കാലടിയിലാണ് നമുക്ക് സ്വർഗം. നമ്മുടെ സ്വർഗം മാതാപിതാക്കളുടെ നിങ്ങളുടെ ഉമ്മമാരുടെ കാൽ കീഴിലാണ് സ്വർഗം, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാൽ കീഴിലാണ് സ്വർഗം. അങ്ങനെ മാതാപിതാക്കളുടെ സംസാരം. അതേപോലെ തന്നെ നാം സംസാരിക്കുമ്പോൾ, പ്രായമായ ആളുകളോട് സംസാരിക്കുമ്പോ, ഇന്നത്തെ കുട്ടികള്, ഇന്നത്തെ ജനറേഷൻ പ്രായമായവര് പരിചയമുള്ളവരാണെങ്കിൽ റെസ്പെക്ട് ചെയ്യും. നെയ്ബേഴ്സോ അയൽക്കാരോ കുടുംബക്കാരോ പരിചയക്കാരനെ റെസ്പെക്ട് ചെയ്യും. അല്ലെങ്കിലോ ഒരു റെസ്പെക്ട് ഇല്ല. എത്ര പ്രായമുള്ളവര് ബസ്സിലാണെങ്കിൽ സീറ്റ് കൊടുക്കൂല, ട്രെയിനിലാണെങ്കിൽ സീറ്റ് കൊടുക്കൂല, മര്യാദക്ക് വർത്താനത്തുള്ള ഒരു നോട്ടാണ്. താൻ ആരാണോ? ചിലപ്പോൾ ഡ്രൈവിങ്ങിലൊക്കെ ട്രാഫിക്കിലേക്ക് ചില കുട്ടികൾ വന്നിട്ട് പ്രായമായവരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ല സങ്കടം തോന്നും. പബ്ലിക്കിലൊക്കെ പ്രായമായവരോട് ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാതെ സങ്കടം തോന്നും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു പഠിച്ചു, വല്ലം യഅക്കിറ കബീറനാ വയർഹം സഗീറനാ ഫലൈസ മിന്നാ. മുതിർന്നവരെ ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത ആളുകള്, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽ പെട്ടവരല്ല, അഥവാ മുസ്ലിമല്ല. വലിയ ആളുകളെ, പ്രായമായ ആളുകളെ ബഹുമാനിക്കണം. ഏത് മതമാവട്ടെ, ഏത് മനുഷ്യനാവട്ടെ, പ്രായമായാൽ അവർക്ക് ആ പ്രായത്തിന്റെ റെസ്പെക്ട് കൊടുക്കണം. പ്രത്യേകിച്ച് മുസ്ലിം ആണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏറ്റവും നല്ല മനുഷ്യൻ മുസ്ലിമായിക്കൊണ്ട് തലനരച്ചവനാണ് എന്നാണ്. മുസ്ലിമായിക്കൊണ്ട് തലനരിക്കുക, അത്രയും പ്രായം മുസ്ലിമായി ജീവിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കണം. അവിടെ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം താഴ്ത്തി വിനയത്തോടെ, സ്നേഹത്തോടെ, മര്യാദയ്ക്ക് സംസാരിക്കണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അവർക്ക് നമ്മൾ അഫ്വ് ചെയ്തു കൊടുക്കണം. അവര് വരികയാണെങ്കിൽ അന്ന് നിങ്ങൾ പോയി കൊന്നിട്ട് ഞാൻ പോകാം, അല്ലെ നിങ്ങൾ ഇരിക്ക്. അങ്ങനെ അവർക്കൊരു ചാൻസ്, ഒരു പരിഗണന കൊടുക്കണം നമ്മള് പ്രായമായവർക്ക്. അതൊരു മുസ്ലിമിന്റെ സംസ്കാരമാണ്. അല്ലെ, ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ, നമ്മളെ ഇന്റർസിറ്റി ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത്. കുറച്ച് കുട്ടികൾ കയറി, മുസ്ലിം കുട്ടികളാ, കുറച്ച് കുട്ടികൾ കയറി. അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് അവര്
വന്ന് 4-5 ആൾക്കാർ 2 സീറ്റിൽ നിരങ്ങിയിരുന്നു. റിസർവേഷൻ സീറ്റാണ്. വേറെ കുറെ ആളുകൾ അടുത്ത സ്റ്റോപ്പിൽ കയറി. പ്രായമായ ആളുകളും ഒക്കെ ഉണ്ട്, കുട്ടികളൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട്. ഈ കുട്ടികൾ അങ്ങനെ ഇരിക്കുക. ലാസ്റ്റ് അവർ കുറേ നേരം നിന്നു. കുറേ നേരം, കാരണം കുട്ടികളെ കോളേജിൽ പോണ കുട്ടികളാണ്, അവര് സീറ്റ് റിസർവ് ചെയ്തിട്ടൊന്നുമില്ല, ലോക്കൽ ടിക്കറ്റ് കയറിയിരിക്കുകയാണ്. റിസർവ് ചെയ്ത ആളുകളെ പ്രായമായവരും കുട്ടികളവർ നിൽക്കണം. വന്നിട്ട് ലാസ്റ്റ് TTR കണ്ടപ്പോ കടിച്ചോണ്ട് പോയി. അപ്പൊ അപ്പുറത്തുള്ള ഒരു അധ്യാപിക അപ്പുറത്തിരിക്കുന്നുണ്ട്. അവര് പറയണേ, ഇന്നത്തെ മക്കളുടെ അവസ്ഥ കണ്ടോ, ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലുള്ളതാണത്, പക്ഷെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനത് പറയാൻ പോയാല് എനിക്കുള്ള വിലയും പോകും. എന്നെ ഇവിടെ മാനം കൊടുത്തവര് കോളേജിൽ വന്നാല് പോക്കാണ്. പിന്നെ ട്രെയിനിനൊക്കെ ഞാനവിടെ പറയാൻ പോയി കഴിഞ്ഞാൽ എന്നെ മാനം കൊടുത്തു. എന്താ ചെയ്യുക? അങ്ങനെയാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. എന്താ ടീച്ചർ പറഞ്ഞത്? അങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് പുറത്തു വരുന്നത്. നല്ലത് പറഞ്ഞു കൊടുക്കണ്ടേ? ബസ്സിലും ട്രെയിനിലും കയറിയാൽ പ്രായമായവരെ കാണുമ്പോൾ നമുക്ക് അർഹതയില്ലാതെ എടുക്കരുത്, പ്രായമായവരെ ബഹുമാനിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മാതാപിതാക്കളെ പറഞ്ഞു കൊടുക്കാതെ 1-2 മണിക്കൂർ ഞങ്ങളുടെ കയ്യിൽ കിട്ടി, ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്ന് മുസ്ലിം അല്ലാത്ത ആ അധ്യാപിക പറഞ്ഞപ്പോ നമ്മളെ തൊലി ഇങ്ങനെ ഒരു, കാരണം നമ്മുടെ നെറ്റിയിലൊക്കെ ഒരു അടയാളം അള്ള വെച്ചിട്ടല്ലോ അല്ലേ? നെറ്റിയിലൊക്കെ ഒരു അടയാളം വെച്ചിട്ടില്ലേ? നമ്മള് കണ്ടറിയാലോ വേഗം നമ്മൾ ഏതാ സൈസ് മറ്റുള്ളവർക്ക്. അപ്പൊ നമുക്ക് വല്ലാത്ത അപമാനം തോന്നി. ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഖുർആനില് നൂഹ് നബി എന്നൊരു പ്രവാചകനുണ്ട്. ടീച്ചറെ, സുഹൃത്ത് നൂഹ് ഒരു അധ്യായം ഉണ്ട്, നൂഹ് പ്രവാചകനുണ്ട്. 950 കൊല്ലം ജനങ്ങളെ ഉപദേശിച്ച ആളാണ്. പക്ഷെ അയാളുടെ മകൻ നരകത്തിൽ, അയാളുടെ മകൻ അത് വിശ്വസിച്ച് അംഗീകരിച്ചില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ മോശമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ടീച്ചർ അങ്ങനെ പറയാൻ പാടില്ല. മാതാപിതാക്കൾ ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കാം, പക്ഷേ കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ പുറത്തുപോയി ആയതായിരിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളോട് എപ്പോഴും സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കണം. അവർ മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ? അവരുടെ സംസാര രീതികൾ എങ്ങനെയാണ്? പെരുമാറ്റ രീതി എങ്ങനെയാണ്? അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഉമ്മായും വാപ്പാനെയും പറയും, ആ സമുദായത്തിനെയും പറയും ആളുകള്. അതുകൊണ്ട് പുറത്തു പോകുന്ന നമ്മുടെ മക്കൾക്ക് നല്ല ഒരു കൾച്ചർ ഉണ്ടാക്കി കൊടുക്കണം. ഇനി അതേപോലെ തന്നെ സംസാരത്തിൽ ചില ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താണ്? അള്ളാഹു റസൂൽ പറയുകയുണ്ടായി, കപടവിശ്വാസികളുടെ ലക്ഷണം 4 കാര്യങ്ങൾ ആരിലുണ്ടോ അവർ യഥാർത്ഥമായ മുനാഫിഖാണ്. അതിന്റെ ഒരു കഷ്ണം, ഒരു ഭാഗം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ഭാഗം അവൻ മുനാഫിക്കായി. 4-ൽ 1 കാൽ ഭാഗം മുനാഫിക്ക്, 4-ൽ 2 അരഭാഗം മുനാഫിക്ക്, അല്ലെങ്കിൽ 3/4, അല്ലെങ്കിൽ ഫുള്ള്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, സംസാരിച്ചാൽ കളവ് പറയുക, സംസാരിച്ചാൽ കളവ് പറയുക. അതാണ് തന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് നുണ പറയുക. മാനുഷികമായി ചില നിർദോഷമായ കളവുകളൊക്കെ, മറ്റുള്ളവരുടെ അഭിമാനമോ മറ്റുള്ളവരുടെ സമ്പത്തോ നമ്മൾ അപഹരിക്കാതെ ചില കളവുകൾ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ പറഞ്ഞ പോലെ ആ പേരും പറഞ്ഞിപ്പോ ഇഷ്ടം പോലെ നുണ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യനെ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ, സഹോദരിയാണെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ? ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ, അഭിമാനം രക്ഷിക്കാനാണ്. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ലല്ലോ. അതേപോലുള്ള നമ്മുടെ സ്വത്തോ നമ്മുടെ ജീവനോ നമ്മുടെ അഭിമാനമോ സംരക്ഷിക്കാൻ ചിലപ്പോൾ നമുക്ക് കളവ് പറയാം. പക്ഷേ എന്നാൽ മറ്റവന്റെ സ്വത്തോ, ഇപ്പൊ കച്ചവടക്കാരൊക്കെ മറ്റവന്റെ പറ്റിക്കാൻ വേണ്ടി നുണ പറയാൻ പാടില്ല. കച്ചവടക്കാർക്കുള്ള കളവ് എന്താ? പറയാൻ അനുവാദമുള്ളത് എന്താ? അതിന്റെ യഥാർത്ഥ വില എന്താന്ന് മറച്ചു വെക്കാം. അതാണ് അവർക്ക് പറയാനുള്ള കളവുള്ളൂ. അല്ലാതെ സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടുവന്ന് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം പറയുന്നത് പറ്റിക്കാനാണ്, വഞ്ചനയാണ്. അല്ലാതെ അതിന്റെ യഥാർത്ഥ വില എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്നാ വാങ്ങിച്ചത്, അതൊക്കെ നമുക്ക് മറച്ചു വെക്കാം. എന്നല്ലാതെ മറ്റു കളവുകൾ പറയാൻ പാടില്ല. അതേപോലെ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാനം പറഞ്ഞു, തെറ്റിക്കഴിഞ്ഞാൽ തെറി പറയുന്ന സ്വഭാവം. ദേഷ്യം വന്നാലോ തെറ്റിക്കഴിഞ്ഞാലോ വായെന്ന് വരുന്ന പിന്നെ മുഴുവനും കക്കൂസ് മാലിന്യങ്ങളെക്കാളും മോശമായതാണ്.
അല്ലെ? ഒരു മുഅ്മിന്റെ വായിൽ അങ്ങനെ വരാൻ പാടില്ല. അവന്റെ ഈമാനാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. അല്ലെ? മുനാഫിക്കിന്റെ ലക്ഷണമായി അള്ളാഹു എണ്ണി പറഞ്ഞ കാര്യമാണ്. തെറ്റിക്കഴിഞ്ഞാൽ, പണങ്ങിക്കഴിഞ്ഞാൽ തെറി പറയാ, വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ ആളുകൾ ചീത്ത പറയാ. അത് തൊഴിലാളിയെ ആണെങ്കിലും ശരി, കൂട്ടുകാരനെ, അയൽക്കാരനാണെങ്കിലും ആരെയാണെങ്കിലും ശരി, ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല. ദേഷ്യം വരുമ്പോ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ മുസ്ലിം എന്ന വ്യക്തിത്വം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ആയാൽ എന്താകും? കപടവിശ്വാസിയാണ് എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ നന്ദി കെട്ട വർത്തമാനം നമ്മൾ പറയുക. സൂറത്തുൽ ഫജ്ർ നമ്മളെപ്പോഴും ഓതാറുള്ള സൂറത്തല്ലേ? അതിലെന്താ പറഞ്ഞ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അവന് നാം വല്ല അനുഗ്രഹങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, അവനെ പരീക്ഷിക്കാൻ വേണ്ടി വല്ല അനുഗ്രഹങ്ങളും ഞാൻ അവന് കൊടുത്താൽ, അവന് വളരെ അധികം സന്തോഷവാനായിക്കൊണ്ട് റബ്ബി അക്രമൻ, ഓ എന്റെ റബ്ബ് എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഉദാരമതിയാണ്, അള്ളാഹു വളരെ നന്ദിയുള്ളവനാണ് എന്നിങ്ങനെ പുകഴ്ത്തും. എന്നാൽ എന്തെങ്കിലും ഒരു അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഉപജീവനത്തിൽ ഞാനൊന്ന് പിടിച്ചു വെച്ചാൽ, ഒന്ന് കുറവ് വരുത്തിയാൽ, അപ്പോൾ തന്നെ അവൻ പറയും ഒന്നും പറയണ്ട എന്റെ മൗലവി, എന്താണ് ഒരു കച്ചവടവും ഇല്ലാന്ന്, എന്റെ പടച്ചോൻ എന്താണ് ആ വെച്ചിരിക്കുന്നത്, വല്ലാതെ ഇടങ്ങാറാണ്, അള്ളാഹു അങ്ങനെ ഇങ്ങനെ അള്ളാനെ ഇങ്ങനെ കൊടുത്തതിന് ഇങ്ങനെ കുറച്ച് കുറ്റം ഇങ്ങനെ പറഞ്ഞ് പടച്ചോനെ നന്ദി കെട്ടവനാക്കി ഇങ്ങനെ മാറ്റും. നന്ദി കെട്ട വർത്താനം അധികം വരെ കച്ചവടക്കാരെന്നാണ് പെണ്ണുങ്ങളിൽ നിന്നും, അല്ലെ? സ്ത്രീകളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നാണ് അധികം ഈ നന്ദി കെട്ട വർത്താനം വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വാക്കിൽ എപ്പോഴും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹ് നിനക്കാണ് സ്തുതി. ഉള്ളപ്പോഴും തന്നവൻ നീ തന്നെ, ഇപ്പൊ പിടിച്ചു വെച്ചവനും നീ തന്നെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അല്ലാഹ്. അല്ലെ? ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം, പഠിച്ചോളി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ലാ സഹ്ല എന്ന് പറഞ്ഞ് ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ വഅൻത തജ്അലുൽ ഹസ്ന വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലാ. ഈ പ്രാർത്ഥന പഠിച്ചപ്പോ ഞാൻ എന്റെ മോൾക്ക് സഹ്ല എന്ന് പേരിട്ട്. നല്ല അർത്ഥമാണ്. ആയാസപ്പെടുത്തുന്നവൾ, എളുപ്പം നൽകുന്നവൾ എന്നൊക്കെയാണ്. അപ്പോ അല്ലാഹുമ്മ എന്താ പറഞ്ഞത്? പ്രാർത്ഥന ചൊല്ലി നോക്കട്ടെ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. അല്ലാഹുവേ, നീ നൽകുന്ന ഒരു എളുപ്പമല്ലാതെ മറ്റൊരു എളുപ്പവും ഞങ്ങളുടെ കയ്യിലില്ല, ഒരു സഹായവുമില്ല. വഅൻത തജ്അലുൽ ഹസ്ന, നീ ഞങ്ങൾക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ ഇദാ ശിഅത സഹ്ല, നീ അതിൽ എളുപ്പവും ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ട് പടച്ചവനെ. നീ ഉദ്ദേശിച്ചത് എളുപ്പമാവുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ആ പ്രോബ്ലം അല്ലാഹുവോട് പറയാം, ആ പ്രശ്നം അല്ലാഹുവോട് പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പ്രയാസമുള്ള ഒരു വിഷയം വന്നാൽ ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു അത് എളുപ്പമാക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യരുത്? പടച്ചോനെ കുറ്റം പറയരുത്, നന്ദി കെട്ട വർത്തമാനങ്ങൾ പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മൾ എടുത്തു പറഞ്ഞു തരാണ്. തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാ. ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ
അഹങ്കാരവും പൊങ്ങച്ചവും വർത്തമാനത്തിൽ ഉണ്ടാവാൻ പാടില്ല. സംസാരിക്കുമ്പോഴേ അഹങ്കാരമുള്ള വർത്താനം, ഞാൻ അങ്ങനെ ചെയ്യുള്ള, അവൾക്ക് കൊടുക്കൂല, അവൾക്ക് പോകൂല, ഞാൻ അങ്ങനെ ചെയ്യൂല, ഞാൻ അങ്ങനെ ആകൂല, ഞാൻ അങ്ങോട്ട് വരൂല, ഇങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ വർത്താനം ഉണ്ടല്ലോ, അത് പള്ളിയുടെ കാര്യത്തിലോ പടച്ചോന്റെ കാര്യത്തിലോ ദീനിന്റെ കാര്യത്തിലോ കുടുംബത്തിന്റെ കാര്യത്തിലോ ഒരു കാര്യത്തിലും ഞാൻ 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 എന്നുള്ള ആ അഹങ്കാരം വരാൻ പാടില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ പൊങ്ങച്ചം, വെറുതെ ഇങ്ങനെ ബടായി ഇങ്ങനെ അടിക്കുക, എനിക്കതിന് മറ്റുണ്ട് മറിച്ചുണ്ട് കൊണ്ട് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു പെണ്ണ് ഇങ്ങനെ പൊങ്ങച്ച പറയാത്തത്, അപ്പൊ ഓളെ കൂട്ടുകാരി കൂടെ ഉണ്ട്, ഓളൊന്നും ഇല്ലാത്തവളും ഇവള് കുറച്ചൊക്കെ എന്തൊക്കെ പുതിപ്പണക്കാരിയാണ്, കുറച്ച് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഓള് ഇങ്ങനെ ബടായി അടിക്കന്നെ, മറ്റവൾക്ക് ഇങ്ങനെ വിഷമാകണം. അപ്പോ ഓളോട് നീ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ പറയണത്? അമ്മാബിനൊക്കെ റബ്ബിക്ക ഫാത്തിഹ പഠിച്ചിട്ടില്ല, നീ ഉസ്താദ് പഠിച്ചിട്ടില്ല. എന്താണ് റബ്ബിക ഫാത്തിഹ? അപ്പോൾ നിന്റെ രക്ഷിതാവ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ വർത്തമാനം പറയൂ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? ഞാൻ അതാണ് പറയുന്നത്. മൂപ്പരാന്നല്ല, അതെങ്ങനെയാണ് ഒരാളെ വിശേഷം ചോദിക്കാണ്, എന്താണ് വിശേഷം? അൽഹംദുലില്ലാഹ് സുഖാണ്. കച്ചവടം എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് നല്ല ബർക്കത്താണ് അല്ലെ. പിന്നെ എന്താണ് വിശേഷങ്ങൾ? വീട് പണി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അള്ളാഹ് തന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയാം. അങ്ങനെ പറയണ പറഞ്ഞേ, അല്ലാതെ മറ്റുള്ളവരെ ഇല്ലാത്ത പാവങ്ങളുടെ പോയിട്ട് പൊങ്ങച്ചം കാണിക്കാനുള്ള ഈ പറയണേ. നേരെ തലതിരിച്ച് മനസ്സിലാക്കരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പൊങ്ങച്ചവും ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താൻ